ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പെന്തോസ് വാർ ഇൻ ലൈഫ് സീസൺ 1 4ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ചിയോങ് സ്കൂളിൽ നിന്നും ഓയോനിക്കൊരു ഫോൺ കോൾ വരുന്നതാണ്. അതായത് മിൻസോൾ കൊല്ലപ്പെട്ടു, നിങ്ങളുടെ മകൾക്ക് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, അവൾക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളായിരുന്നു അത്. കുടിച്ചു ബോധമില്ലാതെ ഹേറ പാലസിലേക്ക് പോയത് അവൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു, മിൻസോളിനെ അവൾ കണ്ടിരുന്നോ, ഇനി അവളെ ഞാൻ തന്നെയാണോ കൊന്നത് എന്ന സംശയമൊക്കെ അവളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ കയ്യിലുള്ള ബ്ലഡ് അവൾ ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ഒന്നുകൂടി ടെൻഷനാവും. അതുമാത്രമല്ല, ഹേറ പാലസിലേക്ക് എത്തിയതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്നുകൂടി അവൾ ചിന്തിച്ച് നോക്കുന്നുണ്ട്. അവിടുന്ന് ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഹേറ പാലസിലെ ഫംഗ്ഷനാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും നല്ല സെലിബ്രേഷൻ മൂഡിലാണ്. ഷിം ഒഴികെ ബാക്കി എല്ലാവരും ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഷിമ്മിനെ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്തിട്ടും കിട്ടാത്തതുകൊണ്ട് ചെയർമാൻ ജു അയാളുടെ സെർവൻറ്റിനെ കോൺടാക്ട് ചെയ്യും. അപ്പോഴായിരിക്കും അവർ പറയുക മാഡം കുളിക്കുകയാണെന്ന്. പക്ഷേ സത്യത്തിൽ ഷിം അവിടെ ഉണ്ടാവില്ല. അവളുടെ മകളെ അന്വേഷിച്ചിട്ട് ഓർഫനേജിലേക്ക് പോയതായിരിക്കും. അവിടെ വെച്ച് അവൾ പഴയ റെക്കോർഡ്സൊക്കെ തിരയുന്ന സമയത്ത് ഒരു ഫോട്ടോ കണ്ടിട്ട് അവൾ ഞെട്ടിപ്പോവും. കാരണം അതിൽ മിൻസോളായിരിക്കും ഉണ്ടാവുക. വളരെയധികം വിഷമത്തോടെ അവൾ അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ കാണാതെ പോയ കുട്ടി ഈ മിൻസോളാണെന്ന്. 2015 മിൻസോളിനെ ആരോ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2017 ആയപ്പോഴേക്കും അവർ അവളെ തിരിച്ചയച്ചിട്ടുമുണ്ട്. ഓയോനി ബ്ലാക്ക്മെയിൽ ചെയ്ത ആ MLA നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അയാളുടെ കൂടെയുള്ള കുറച്ച് ഫോട്ടോഗ്രാഫ്സും ഈ ആൽബത്തിൽ ഉണ്ടാവും. അവിടെയുള്ള വാർഡൻ്റെ അടുത്ത് ഇവൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അയാളൊന്നും തന്നെ തുറന്ന് പറയുന്നില്ല. അപ്പോൾ അവൾ പറയും, നിങ്ങളൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, മിൻസോളിനെ നിങ്ങളെല്ലാവരും കൂടി എന്താ ചെയ്തത്, അഡോപ്റ്റ് ചെയ്ത ആൾക്കാരുടെ അഡ്രസ്സ് എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റൂ, അവരെന്തിനു വേണ്ടിയിട്ടാണ് അവളെ തിരിച്ചയച്ചത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനും തന്നെ അയാൾ ആൻസർ കൊടുക്കുന്നില്ല. മെക്കാനിക്കൽ റൂമിൽ പൂട്ടിയിട്ട മിൻസോളിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഹേറ പാലസിലെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും സംസാരം. നമ്മുടെ മക്കൾക്കൊക്കെ ചിയോങ് ആർട്സ് സ്കൂളിൽ സെലക്ഷൻ കിട്ടിയില്ലേ, വെറുതെ എന്തിനാ ഈ നല്ലൊരു മൊമെൻറ്റ് അവളെ പറ്റി ചിന്തിച്ചിട്ട് നമ്മൾ വെറുതെ നശിപ്പിക്കുന്നത്. ഇതും പറഞ്ഞ് ചെയർമാൻ ജു ഇവരെല്ലാവരും അടക്കി നിർത്തുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വക്കീലിൻ്റെ കയ്യിലുള്ളൊരു വാച്ച് അയാളുടെ ഭാര്യ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ മനുഷ്യ ഇപ്പോൾ ഈ വാച്ച് കയ്യിലിട്ടുകൊണ്ട് വന്ന്? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇടാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചതായിരുന്നു. ഇത് ഞാനൊരു ലേലത്തിൽ വാങ്ങിയതാണ്. ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടും. 1.5 കോടി രൂപയാണ് ഇതിൻ്റെ വില. ഇതൊരു ആൻറ്റിക് വാച്ചാണ്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ആ വാച്ചിനുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. 1.5 കോടി വിലയുള്ള വാച്ചൊക്കെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇതൊക്കെ ഇത്തിരി പൊങ്ങച്ചല്ലേ? അത് പിന്നെ ഞങ്ങളെപ്പോലുള്ള പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് 1.5 കോടി എന്നൊക്കെ പറഞ്ഞ നിസ്സാര തുകയാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ഹാനെ വക്കീൽ കളിയാക്കുന്നുണ്ട്. കാരണം ഹായൻചൂട് ഒരു പാവപ്പെട്ട വീട്ടിലെ കർഷകൻ്റെ മകനായിരിക്കും. ഇവന് പഠിപ്പിക്കുന്നതും ജോലി കൊടുക്കുന്നതൊക്കെ സിയോജിൻ്റെ അച്ഛനാണ്. ഇത്രയും നേരമായിട്ട് ഷിമ്മ് ഫംഗ്ഷന് വരാത്തതുകൊണ്ട് സംശയം തോന്നിയിട്ട് ചെയർമാൻ ജു അയാളുടെ സെർവൻറ്റിനെ ഒന്നുകൂടി വിളിക്കും. എന്നിട്ട് പറയും, നീ ആ ബാത്റൂമിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്ക്, അവൾ അവിടെ തന്നെ ഉണ്ടോയെന്ന്. രണ്ടും കൽപ്പിച്ച് ആ സ്ത്രീ ബാത്റൂമിനുള്ളിലേക്ക് കയറി നോക്കും. ആ സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഷിമ്മ് പിടിക്കപ്പെട്ടു എന്ന്. പക്ഷേ ഭാഗ്യത്തിന് ആ സമയമായപ്പോഴേക്കും അവൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ആരും കാണാതെ ബാത്റൂമിനുള്ളിൽ കയറിയിരിക്കും. ഈ സെർവൻറ്റ് വരുമ്പോൾ അവൾ ബാത്റൂമിനുള്ളിൽ ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ? എന്നോട് ആരാ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു? സോറി മാഡം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. സാർ ഒരുപാട് തവണ മാഡത്തിനെ വിളിച്ചു, പക്ഷേ കിട്ടിയില്ല, അതുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് കയറി നോക്കാൻ പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കില്ല. ഇതും പറഞ്ഞിട്ട് അവൾ ഫോണ് ഷിമ്മിൻ്റെ കയ്യിൽ കൊടുക്കും. ഷിമ്മാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ അയാളോട് നല്ല സ്നേഹത്തിലൊക്കെ സംസാരിക്കും. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാം, ഞാൻ ഒരുപാട് ടൈം എടുത്തു, ഞാൻ വേഗം മാറ്റിയിട്ട് വരാമെന്ന് പറയും. എന്നിട്ട് അവളുടെ ഫോൺ എടുത്തിട്ട് മിൻസോളിന് മെസ്സേജ് അയക്കും, എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ, എത്രയും പെട്ടെന്ന് തന്നെ. മിൻസോൾ ആണെങ്കിൽ ഇതൊന്നും അറിയുന്ന പോലുമില്ല. കാരണം അവൾ മെക്കാനിക്കൽ റൂമിൽ വീണ് കിടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അവളുടെ കാലിലുള്ള കെട്ടഴിച്ച് മാറ്റുന്നുണ്ട്. അത് ആരാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതിനിടെ അവളെ ആരോ ഒരാൾ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. പിന്നെ നമ്മൾ അടുത്തായിട്ട് കാണുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന മിൻസോളിനെയും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഷിമ്മിനെയാണ്. ഈ ഒരു സീന് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇവരെ പറ്റിയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ കൊല ചെയ്യപ്പെട്ട കുട്ടി ആരാണെന്നോ അവളുമായിട്ട് ഷിമ്മിലുള്ള ബന്ധം എന്താണെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ. ഇനി മിൻസോൾ എങ്ങനെ കൊല്ലപ്പെട്ടത്, ആരാണ് ഇവളെ കൊന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലൊക്കെ ആയിട്ട് നമുക്ക് വിശദീകരിക്കാം. മിൻസോളിൻ്റെ ഡെഡ് ബോഡി ആദ്യമായിട്ട് കാണുന്നത് കൊസാങ്ങിയാണ്, അതായത് നമ്മുടെ വക്കീലിൻ്റെ ഭാര്യയാണ്. അവൾ അപ്പോൾ തന്നെ ബാക്കി മെമ്പേഴ്സിനൊക്കെ ഈ ഒരു ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും ഷോക്കായി നിൽക്കുകയായിരിക്കും. കാരണം ഇങ്ങനൊരു മരണം അവരാരും പ്രതീക്ഷിച്ചതേ ഉണ്ടാവില്ല. എന്നിട്ടും അവർക്ക് തീരെ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പോലെയാണ് അവർ മിൻസോളിനെ പറ്റി സംസാരിക്കുന്നത്. ഈ പെണ്ണിന് ഇവിടെ ചാവാൻ കണ്ടുള്ളൂ, ഇവർക്ക് മരിക്കണേ വേറെ എത്ര സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഇറ്റാലിയൻ പ്രതിമ എത്ര രൂപ കൊടുത്തിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നതെന്ന് അറിയോ? ഇതൊക്കെയായിരുന്നു ചെയർമാൻ ജൂവിൻ്റെ പരാതി. ഈ പെണ്ണ് ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോൾ പോലും നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ.
ഇങ്ങനെ എല്ലാവരും ഇവളെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെ വിളിക്കാമെന്നൊക്കെ ബാക്കിയുള്ളവർ പറയുന്നുണ്ടെങ്കിലും ചെയർമാൻ ജൂ പറയും, നമ്മളിവിടെ തർക്കിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഇവിടെ ബോഡി എങ്ങനെയെങ്കിലും ആരും അറിയാതെ ഇവൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക. നമ്മുടെ മക്കൾ ഇവിടെ ടോർച്ചർ ചെയ്തതിൻ്റെ റെക്കോർഡ്സൊക്കെ ഇവളുടെ ഫോണിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ തെളിവുകളൊക്കെ എത്രയും പെട്ടെന്ന് നശിപ്പിച്ചേ പറ്റൂ. കൂട്ടത്തിലുള്ളവർക്ക് ഇത് അനുസരിക്കല്ലാതെ വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെയൊക്കെ മക്കളുടെ ജീവിതം നശിച്ചു പോകുമല്ലോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളെല്ലാവരും അവളുടെ ബോഡി അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവളുടെ ബ്ലഡ് ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഏൽക്കും. അതേപോലെ തന്നെ ആണുങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അവളുടെ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് വലിയൊരു ബാഗൊക്കെ സംഘടിപ്പിച്ച് അവർ അവളുടെ ബോഡി കാറിലിട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്യോജിൻ അപ്പോഴേക്കും മെക്കാനിക്കൽ റൂമിൽ പോയിട്ട് അവളുടെ ബാഗിൽ നിന്ന് ഒരു ബുക്ക് എടുത്തതിന് ശേഷം അതിലൊരു സൂസൈഡ് നോട്ടും എഴുതും. അതിലെന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, എന്നെപ്പോലുള്ളവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നതായിരുന്നു. അങ്ങനെ വേഗം ഇവർ താമസിക്കുന്ന റൂമിലെത്തിയിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഇവളുടെ ബോഡി ഇടാൻ നോക്കും. എന്തിനാന്ന് വെച്ചാൽ ഇവൾ ആത്മഹത്യ ചെയ്ത പോലെ കാണിക്കാനായിട്ട്. എന്നിട്ട് ടെറസിൻ്റെ മുകളിൽ അവളുടെ ബാഗ് ഉപേക്ഷിക്കും. ഇതിനൊക്കെ ഇടയ്ക്ക് നമ്മുടെ വക്കീലിൻ്റെ വാച്ച് അവിടെ മിസ്സായി പോകുന്നുണ്ട്. അത് അവരറിയുന്നില്ല. ഇവർ ചെയ്യുന്ന വേറൊരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, മിൻസോളിൻ്റെ ഒരു ഷൂ മിസ്സിംഗ് ആയിരിക്കും. ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹെയർ പാലസിൽ എത്തണം. കാരണം അവിടെ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ നമ്മൾ തിരക്കും. അതിന് മുന്നേ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും പോകാൻ നിൽക്കായിരിക്കും. അപ്പോഴാണ് ചെയർമാൻ ജൂന് ഒരു കാര്യം ഓർമ്മ വരിക, അവളുടെ ഫോണിനെ പറ്റിയിട്ട്. ഇനി അവളുടെ ഫോണ് തപ്പി നടന്നിട്ട് കാര്യമില്ല എന്ന് ചെയർമാൻ ജൂന് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അവളുടെ റൂമിലേക്ക് പോയതിന് ശേഷം അവിടെ മൊത്തം അയാൾ തീയിടും. ഇതിനെ പറ്റി ചെയർമാനോട് വക്കീൽ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇനി നമുക്ക് ഒരു തെളിവുകളും അവശേഷിപ്പിക്കേണ്ട കാര്യമില്ല, അവർ മരിച്ചല്ലോ, ഇനി നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സേഫായിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്ന്. മിൻസോളിൻ്റെ മരണം നേരിട്ട് കണ്ട ഷിമ്മ ലിഫ്റ്റിനുള്ളിൽ വെച്ചിട്ട് തല കറങ്ങി വീണിട്ടുണ്ടാവും. ഇപ്പോൾ അവളുള്ളത് പെൻറ്റ് ഹൗസിലാണ്. ബോധം വന്ന ഉടനെ തന്നെ ഷിമ്മ അവരുടെ സെർവൻറ്റിൻ്റെ അടുത്ത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് അവർ പറയും, ഇവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല മാഡം, മാഡം ചെറുതായിട്ടൊന്ന് തല കറങ്ങി വീണു, അതുകൊണ്ട് സാറ് പറഞ്ഞു മാഡത്തിനോട് നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് താഴേക്ക് ചെന്നാൽ മതിയെന്ന്. പക്ഷേ ഷിമ്മ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ താഴേക്ക് പെട്ടെന്ന് തന്നെ ഓടിച്ചേക്കും. പോകുന്ന സമയത്ത് അവൾ ആകെ ഞെട്ടിപ്പോവും. കാരണം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലാണ് എല്ലാവരുടെയും നോക്കും. അന്തം വിട്ട് നിൽക്കുന്ന ഷിമ്മിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ സ്യോജിൻ വരും. എന്ത് ചോദിക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി, തല കറങ്ങി വീണത് കേട്ടല്ലോ, ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ? ഷിമ്മിൻ്റെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് കാങ്മാരി പറയും, നിങ്ങൾ എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അപ്പോഴേക്കും ചെയർമാൻ ജൂ വന്നിട്ട് അവളോട് ചോദിക്കും, നിനക്ക് എങ്ങനെയുണ്ട്, ഈ തല കറങ്ങി വീണല്ലോ, നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഫംഗ്ഷന് ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് MLA ആയിരിക്കും. അങ്ങനെ ഇവരെല്ലാവരും സംസാരിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് ഷിമ്മ് ചെയർമാൻ ജൂൻ്റെ ഷർട്ടിൻ്റെ മുകളിൽ ബ്ലഡ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണും. അപ്പോഴേക്കും ചോദ്യം വന്നിട്ട് പറയും, അത് ബ്ലഡല്ല, എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് വൈന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പറ്റിയതാണെന്ന്. പക്ഷേ ഇവർ പറയുന്നതൊന്നും ഷിമ്മിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം അവളുടെ കണ്ണിൻ്റെ മുന്നിൽ അവൾ കണ്ട കാഴ്ച അതെങ്ങനെ പെട്ടെന്ന് ഇല്ലാതാവുക, അതൊരു സ്വപ്നമല്ല എന്നുള്ള കാര്യം അവൾക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഒന്നും നടക്കാത്ത പോലെ ഇവരെല്ലാവരും പെരുമാറുന്നു. ഷിമ്മ് ഇവരെ എല്ലാവരും നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയ സമയത്ത് സ്യോജിൻ്റെ കയ്യിലുള്ള റിങ്ങിൻ്റെ മുകളിലും ഇതുപോലെ ബ്ലഡിൻ്റെ ഒരു ചെറിയ പാട് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഹായൻജൂളിൻ്റെ കയ്യിൽ ബ്ലഡ് പറ്റിയിട്ടുള്ളതായിട്ട് കണ്ടു. പിന്നെ വക്കീലിൻ്റെ ചെവിയുടെ സൈഡിലായിട്ട് കുറച്ച് ബ്ലഡ് കണ്ടു. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ അവൾക്കൊരു മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഇറ്റാലിയൻ പ്രതിമയുടെ സൈഡിലായിട്ട് ഒരു ഷൂ കണ്ടു കിട്ടിയത്. ഇവിടെയുള്ള കുട്ടികൾ കുറച്ച് നേരം മുന്നേ ഇവിടെ നിന്ന് കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അവരുടെ ആരുടെയും ഷൂ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ചെയർമാൻ ജൂ അതിനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ MLA അടുത്ത് ഒരാൾ വന്നിട്ട് പറയും, ഇങ്ങനൊരു തീപിടുത്തം നടന്നതായിട്ട് ഒരു അറിയിപ്പുണ്ട്, സാറിന് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്ന്. മിൻസോൾ താമസിക്കുന്ന സ്ഥലത്താണ് ആ തീപിടുത്തം എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഷിമ്മു അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. ഷിമ്മ അവിടേക്ക് എത്തുമ്പോഴേക്കും മിൻസോളിൻ്റെ ബോഡി പോലീസുകാർ കൊണ്ടുപോകുന്നുണ്ടാവും. എല്ലാവരുടെയും വിചാരം ആ സൂയിസൈഡ് നോട്ട് കിട്ടിയത് കൊണ്ട് ഇവളുടെ മരണം ആത്മഹത്യയാണെന്നാണ്. അപ്പോൾ ഷിമ്മ പറയും, ഇവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഇവൾ ആരോ കൊന്നതാണെന്ന്. എന്നിട്ട് ഇവൾ ഈ വണ്ടിയുടെ പിന്നാലെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഷിമ്മിനെ ഫോളോ ചെയ്തിട്ട് വേറൊരു കാറും കൂടി വരുന്നുണ്ട്. അവളത് ശ്രദ്ധിക്കുന്നില്ല. അവിടെ വെച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഷിമ്മ് ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നതായിരിക്കും. അവൾ ആരോ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ റൂമിൽ വേറൊരാളും കൂടി ഉണ്ടാവും. അവൾ കുറേ തവണ അയാളെ വിളിക്കുന്നുണ്ട്, ഈ കെട്ടൊന്ന് അഴിച്ചു മാറ്റി തരുമോ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ആ ആൾ വേറെ ആരുമല്ല, നമ്മുടെ ചെയർമാൻ ജൂൻ്റെ മാനേജറാണ്. ഷിമ്മിന് ബോധം വന്ന ഉടനെ തന്നെ അയാൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് മാഡം ചെയർമാൻ ജൂൻ്റെ പിന്നാലെ നടക്കുന്നത്, അത് നിങ്ങളുടെ ജീവൻ തന്നെ ആപത്തായിരിക്കും. അയാളുടെ വോയിസ് കേൾക്കുമ്പോൾ ഷിമ്മിന് ഓർമ്മ വരുന്നത്, അവൾ ഫോണിൽ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിൻ്റെ മകൾ ഹെയ്നിയല്ല വേറൊരു കുട്ടിയാണെന്നുള്ളത്, ചെയർമാൻ ജൂ നിങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് ഇവൾക്ക് ഓർമ്മ വരിക. അപ്പോൾ തന്നെ അവൾ ചോദിക്കും,
നീയല്ലേ അന്ന് എന്നെ ഫോണിൽ വിളിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ? അയാളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്? ഇതിൻ്റെ പിന്നിൽ എന്താ ഉദ്ദേശം? അപ്പോൾ അയാൾ പറയും, എനിക്ക് സാറ് പറയുന്നത് കേൾക്കാൻ മാത്രമേ പറ്റൂ. കാരണം ഞാൻ സാറിൻ്റെ ഒരു വളർത്തുനായയെ പോലെയാണ്. അതുകൊണ്ട് സാറിനെ എതിർത്തിട്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ വെച്ച് മാറിപ്പോയത് എന്നുള്ള കഥ നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അതായത് ഷിമ്മ് പ്രസവിച്ച ദിവസം ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ. നഴ്സ് വന്നിട്ട് ജുതന്തേനോട് പറയും, 32 വീക്സ് കൊണ്ട് ഉണ്ടായ കുട്ടിയാണെങ്കിലും ഈ കുട്ടിക്ക് ദൈവം സഹായിച്ച് ഒരു കുഴപ്പങ്ങളുമില്ല, നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണുള്ളത്. പക്ഷേ അത് അയാൾക്ക് തീരെ പിടിക്കുന്നില്ല. അന്നത്തെ ദിവസം തന്നെയായിരിക്കും ഷിമ്മിൻ്റെ ഇപ്പോഴത്തെ വളർത്തുമകളും ഉണ്ടായിട്ടുണ്ടാവുക. ആ കുട്ടി ഇതുപോലെ തന്നെ 32 വീക്സിന് ശേഷം ഉണ്ടായിട്ടുള്ള കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് കറക്റ്റായിട്ട് ബില്ലടയ്ക്കാൻ പോലും പറ്റിയിട്ടില്ല ഇതുവരെ. വളരെ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടിയായിരുന്നു അത്. ജുതന്തയുടെ ആവശ്യപ്രകാരം ആ നഴ്സ് പോയിട്ട് ആ കുട്ടിയുടെ അമ്മയെ നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മയ്ക്കാണെങ്കിൽ വേറെ നിവൃത്തിയില്ല. തൻ്റെ കുട്ടി എവിടെയായിരുന്നാലും നല്ലോണം ജീവിക്കണം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. എന്നിട്ട് മിൻസോളിനെ, അതായത് ഷിമ്മിൻ്റെ ഒറിജിനൽ കുട്ടിയായിട്ടുള്ള മിൻസോളിനെ അയാളുടെ മാനേജറുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഈ കുട്ടിയെ ഇപ്പം തന്നെ കൊന്നു കളഞ്ഞേക്കാൻ. പക്ഷേ ആ കുട്ടിയെ കണ്ടിട്ട് ഒരു പാവം തോന്നിയതിന് എന്തൊക്കെ വന്നാലും ജീവിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ 32 ആഴ്ച മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നിട്ട് പോലും ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. അത് കാണുമ്പോൾ മാനേജർക്ക് പാവം തോന്നും. അതുകൊണ്ട് തന്നെ അയാൾ ആ കുട്ടിയെ ഉപേക്ഷിക്കാതെ ഒരു ഓർഫനേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു ചെന്നാക്കും. പക്ഷെ പിന്നീട് ആ കുട്ടിയെ പറ്റി അയാൾ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടി മിൻസോളാണെന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ ഷിമ്മിന് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിരുന്നു. കാരണം അവളുടെ മകളെ അവൾ അവസാനം കണ്ടുപിടിച്ചപ്പോൾ ആ കുട്ടിയുടെ മരണം അവളുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നത്. അത് ഒരിക്കലും അവൾക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അവിടെ വെച്ച് അവൾ ഒരുപാട് നിലവിളിക്കുന്നുണ്ട്, അവളെ തുറന്നു വിടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അയാൾ ഒരു വിധത്തിലും അവളെ വിട്ടയക്കുന്നില്ല. കാരണം അവളുടെ ജീവന് തന്നെ അത് ആപത്തായിരിക്കും അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മാഡത്തിന് ഇപ്പോൾ ആവശ്യത്തിന് റെസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ കിടന്നിട്ട് മാഡം എന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോകും. പക്ഷേ അവിടെ വെച്ചിട്ട് അവളൊരു വലിയ കാര്യം തന്നെ തീരുമാനിക്കുന്നുണ്ട്. എൻ്റെ മകളുടെ മരണത്തിന് കാരണക്കാരായ എല്ലാവരും ഞാൻ തെരഞ്ഞു പിടിച്ച് കൊല്ലും, എന്ന് മാത്രമേ എൻ്റെ മകൾക്ക് ആത്മശാന്തി കിട്ടുകയുള്ളൂ എന്ന്. അവിടുന്ന് ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഹേറ പാലസിലെ കുട്ടികളെയാണ്. അവർ മിൻസോളിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. സൊക്യോങ്ങും ജെനിയും കൂടെ മിൻസോളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവൾ മരിച്ചത് നന്നായി ഒരു കണക്ക്. പക്ഷേ അവൾക്ക് ചിയോങ് കോളേജിൽ ടോപ്പ് സ്കോർ കിട്ടി, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് കിട്ടി. എന്നിട്ടും അവൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആത്മഹത്യ ചെയ്തത്? ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഹാംബ്യോളിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ പറയും, നിങ്ങൾ ഇതിനെ പറ്റിയൊന്നും സംസാരിക്കാതിരിക്കുമോ? എനിക്കിത് കേട്ടിട്ട് എന്തോ പോലെ. അപ്പോൾ സൊക്യോങ് ചോദിക്കുന്നുണ്ട്, ഇനി നീയാണോ അവളെ കൊന്നതെന്ന്? അപ്പോൾ അവൾ ചോദിക്കും, എനിക്കെന്തിനാണ് അവളെ കൊല്ലേണ്ട കാര്യം? നമുക്ക് നമ്മുടെ ട്രിപ്പിനെ പറ്റി പ്ലാൻ ചെയ്യാമെന്ന്. ഇവർ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഹേറ പാലസിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓയോന്നി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ജെനിയും അതുപോലെ തന്നെ ഹാംബ്യോളും നടന്നു വരുന്നുണ്ടാവും. ഇവരെ കണ്ട ഉടനെ യൂജനി ചോദിക്കും, ഇനി നിങ്ങളുടെ മകൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മിൻസോളിനെ കൊന്നത് നിങ്ങളാണോ എന്ന്. ശരിക്കും അത് കേൾക്കുമ്പോൾ ഓയോന്നിക്ക് ഒരേ സമയത്ത് ദേഷ്യവും വരുന്നുണ്ട്, അതുപോലെ തന്നെ കൺഫ്യൂഷനും ആവുന്നുണ്ട്. ആ കുട്ടിക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് ആലോചിച്ചിട്ട്. ഹേറ പാലസിലെ മെമ്പേഴ്സൊക്കെ ഇപ്പോൾ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. പോലീസ് വന്ന് എന്ത് ചോദിച്ചാലും അവർക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഒരു കാര്യം ആരും പറയരുതെന്ന്. അതിനിടയ്ക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയുന്നുണ്ട്. വക്കീൽ ചോദിക്കും ഡോക്ടറിനോട്, പാർട്ടി നടക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ബാത്റൂം പോകാമെന്ന് പറഞ്ഞിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് വന്നത്? അത്രയും നേരം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? പിന്നെ അതുപോലെ തന്നെ വക്കീലിൻ്റെ ഭാര്യ കാങ്മാരീനെ ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഇടയ്ക്ക് വെച്ച് കാണാതായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്ന സമയത്ത് ജുതന്ത എന്ത് ചെയ്യും വെച്ചാൽ അയാളുടെ വീട്ടിലുള്ള വലിയൊരു ഫ്ലവർ വേസ് അയാൾ തല്ലി പൊട്ടിക്കും. എന്നിട്ട് പറയും, ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും കുറ്റം ചാരണ്ട, കാരണം അവൾ ഇവിടെ വെച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. സ്യൂജിന് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവളുടെ കയ്യിലൊരു ബാൻഡേഡ് ഉണ്ടാവും. അത് മാറ്റുമ്പോൾ അവളുടെ കയ്യിൽ ആരോ കടിച്ചതായിട്ട് നമുക്ക് കാണാം. ചെയർമാൻ ജൂനെ കൂടാതെ അവൾ ഒറ്റയ്ക്ക് മിൻസോളിനെ കാണാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ റൂമിലേക്ക് പോയിട്ടുണ്ടാവും. എന്നിട്ട് അവളോട് ചോദിക്കും, നിന്റെ ഫോൺ എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന്. പക്ഷേ അവൾ ഒരിക്കലും ഫോൺ കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ദേഷ്യം വന്ന് സ്യൂജിൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ സ്യൂജിൻ്റെ കയ്യിൽ ഇവള് കടിക്കുന്നതായിരിക്കും ആ ഒരു പാട്. അവിടുന്ന് ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഇപ്പോൾ മിൻസോളിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടാവും. മരിക്കുന്നതിന് മുന്നേ അവൾ വിഴുങ്ങിയത് കൊണ്ടായിരിക്കണം അവളുടെ ദേഹത്തു നിന്ന് ഒരു പെൻഡ്രൈവ് കിട്ടുന്നുണ്ട്. അത് ഡോക്ടർ ഷിമ്മിനെയാണ് ഏൽപ്പിക്കുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട്. കാരണം തൻ്റെ മകളെ തിരിച്ചറിയാനോ തൻ്റെ മകളുടെ കൂടെ അല്പനേരം
ചിലവഴിക്കാനൊന്നും ഈ അമ്മയ്ക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് തവണ മകളോട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ അമ്മ കണ്ടുപിടിക്കും, എന്നിട്ട് അവർക്ക് വേണ്ട ശിക്ഷയും കൊടുക്കും. അതിനുശേഷം അമ്മ നിന്റെ അടുത്തേക്ക് വരാം, അമ്മയ്ക്ക് വേണ്ടി നീ കാത്തു നിൽക്കണേന്ന്. ഈ ഒരു സീന് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സീനാണ്. ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഈ ഷിമ്മായിട്ട് അഭിനയിച്ചിരിക്കുന്ന ലേഡി വളരെ നന്നായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ഇത് നമുക്ക് കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നുന്നത്. മിൻസോൾ പോയതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ചെയർമാൻ ജൂവും അതുപോലെ തന്നെ സിയോജനും കൂടി പെൻറ്റ് ഹൗസിൽ വെച്ചിട്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഷിം ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഇവളിപ്പോൾ ഡയറക്റ്റ് കണ്ട് ബോധ്യപ്പെട്ട് ഞെട്ടി നിൽക്കുകയായിരിക്കും. ഷിം അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഷിം ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, തൻ്റെ മകളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവൾ വരില്ല എന്നുള്ള ധൈര്യത്തിലാണ് സിയോജന അയാളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത് തന്നെ. പെട്ടെന്ന് അനക്കം കേട്ടിട്ട് ചെയർമാൻ ജൂ അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. ആ സമയത്ത് ഷിം അവർ കാണാതെ അവിടെ ഒളിച്ചിരിക്കും. ഈ ഒരു സീനോടുകൂടി 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. 5ാമത്തെ എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം.